എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1961 മുതൽ 1966 വരെയാണ്. വന്യജീവി സങ്കേതങ്ങളും ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. കരിമ്പുഴ മലപ്പുറം, ചിമ്മിനി പാലക്കാട്, ചെന്തുരുണി കൊല്ലം, ചൂലന്നൂർ തൃശ്ശൂർ. വന്യജീവി സങ്കേതങ്ങളും ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 3ഉം. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം, ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം എന്നിവയാണ് ശരിയായ ജോഡികൾ. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലും ചൂലന്നൂർ വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ശരിയായ ശ്രേണി ഏതാണ്? ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് ഉത്തർപ്രദേശും 2ാമത് മധ്യപ്രദേശും 3ാം സ്ഥാനത്ത് പഞ്ചാബുമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ചിവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 1984 നിലവിൽ വന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്? സംസ്ഥാന സാമ്പത്തിക വിഹിത തീരുമാനം മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. തന്നിരിക്കുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്? ഓപ്ഷൻ എ സംസ്ഥാന സാമ്പത്തിക വിഹിത തീരുമാനം. സംസ്ഥാന സാമ്പത്തിക വിഹിത തീരുമാനമാണ് തന്നിരിക്കുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്. ശരിയായത് കണ്ടെത്തുക. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക, വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുക, ബിസിനസ്സുകളിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്?
ഓപ്ഷൻ എ, ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കലാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി, 1 മാത്രം. 1994 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആ രാജ്യത്തിൻ്റെ കരമേഖല, ആ രാജ്യത്തിൻ്റെ വായുമേഖല, ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല, ആ രാജ്യത്തിൻ്റെ തീരപ്രദേശം. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി, ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖലയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിന്മേൽ ഉൾപ്പെടാത്തത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഭൂപ്രദേശം, ജനാധിപത്യം, ജനങ്ങൾ, പരമാധികാരം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഓപ്ഷൻ ബി, ജനാധിപത്യം. തന്നിരിക്കുന്നവയിൽ ജനാധിപത്യമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത്. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, രാജ്യരക്ഷാ വിഭാഗം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ ബി, കാര്യനിർവഹണ വിഭാഗം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ഓപ്ഷൻ ഡി, ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ എന്ന പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. കല്ലേൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, കണ്ടൽക്കാടുകളുടെ സംരക്ഷണം, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അവകാശ സംരക്ഷണം, വന്യജീവി വനജൈവ വൈവിധ്യ പ്രവർത്തനം. കല്ലേൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ഓപ്ഷൻ ബി, കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. കല്ലേൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിൽ, കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള മഴക്കുഴി നിർമ്മാണം, സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യ വിമുക്തമാക്കൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള കുടിവെള്ള പദ്ധതി, ഖരമാലിന്യ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ ബി, സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യ വിമുക്തമാക്കാൻ. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യ വിമുക്തമാക്കാനാണ്. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പം കാണുന്നതാണ്? ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പം ആണ് കാണുന്നത്? ഓപ്ഷൻ എ, കുടുംബശ്രീ. ഒന്നായി മുന്നേറാം എന്ന വാക്യം കുടുംബശ്രീയുടെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശാരീരിക തുലനനില നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത്
ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? ഓപ്ഷൻ ബി പാർക്കിൻസൺസ്. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് പാർക്കിൻസൺസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യരോഗം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ തൊഴിൽ ജന്യരോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി സോറിയാസിസ്. തന്നിരിക്കുന്നവയിൽ സോറിയാസിസ് ആണ് ഒരു തൊഴിൽ ജന്യരോഗം അല്ലാത്തത്. സോറിയാസിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. രോഗപ്രതിരോധ ശേഷി അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് സോറിയാസിസ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? ഓപ്ഷൻ സി മോണോസൈറ്റ് ന്യൂട്രോഫിൽ. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഓപ്ഷൻ ഡി നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. നിശബ്ദ വസന്തമാണ് DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം. തന്നിരിക്കുന്നവയിൽ സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ. തന്നിരിക്കുന്നവയിൽ കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം എന്നിവയൊക്കെയാണ് സ്ഥൂലധാതുക്കൾ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻ സി സ്നേഹപൂർവം. സ്നേഹപൂർവം പദ്ധതിയാണ് മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവാണ്. ഓപ്ഷൻ ബി അറ്റ്പാടി. അറ്റ്പാടി എന്ന കൺസർവേഷൻ റിസർവാണ് പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. ഓപ്ഷൻ സി വിസരണം. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം. ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ഓപ്ഷൻ എ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമമാണ് ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം.
ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഓപ്ഷൻ സി പാസ്കൽസ് നിയമം. പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം. ട്രെയിൻ 18 എന്ന് മുൻപറിയപ്പെട്ടിരുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? ട്രെയിൻ 18 എന്ന് മുൻപറിയപ്പെട്ടിരുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു മുൻപ് ട്രെയിൻ 18 എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര് എന്ത്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര്. ഓപ്ഷൻ എ വിക്രം. വിക്രമാണ് ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര്. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേരെന്ത്? ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ഓഗനസൻ. ഓഗനസൻ ആണ് ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകം. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാറീജിയ ലഭിക്കുന്നത്? ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാറീജിയ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി 1HNO3 3HCl. 1 part concentrated nitric acid HNO3 and 3 parts concentrated hydrochloric acid HCl. Ratio 1:3. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ഓസ്മിയം, മെർക്കുറി, ക്രോമിയം, ഇറിഡിയം. തന്നിരിക്കുന്നവയിൽ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ഓപ്ഷൻ സി ക്രോമിയം. തന്നിരിക്കുന്നവയിൽ ക്രോമിയമാണ് ഏറ്റവും കാഠിന്യമുള്ള ലോഹം. താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ, സർഗസംഗീതം, ആയിഷ, നാടൻ പ്രേമം, രാജാങ്കണം, മേഘഛായ, ആയിഷ, ഋഷിപ്രസാദം, ഉജ്ജയിനി, അഗ്നിശലഭങ്ങൾ, ഏണിപ്പടികൾ, തോരാമഴ, ഒരു ദേശത്തിൻ്റെ കഥ. തന്നിരിക്കുന്നവയിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ എന്നിവയാണ് തന്നിരിക്കുന്നതിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ. ഹൃഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? ഹൃഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഹൃഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ? ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവലാണ് ഓപ്ഷൻ ബി അണ്ടിൽ ഓഗസ്റ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവലാണ് അണ്ടിൽ ഓഗസ്റ്റ്. 2024 ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ നേടിയ ചിത്രം ഏതാണ്? 2024 ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കർ നേടിയ ചിത്രം ഏതാണ്? ഓപ്ഷൻ സി ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന ചിത്രമാണ് 2024 ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കർ നേടിയ ചിത്രം. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയാര്? നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയാരാണ്?
ഓപ്ഷൻ എ അയ്യപ്പ പണിക്കർ. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയാണ് അയ്യപ്പ പണിക്കർ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ CCPA പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്തൃ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഉപഭോക്തൃ സാധനങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും പരസ്യ നിലവാരം നിരീക്ഷിക്കാൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA പ്രാഥമിക പ്രവർത്തനം. ഏത് നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC സ്ഥാപിച്ചത്? ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC സ്ഥാപിച്ചത്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ PIOക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി 25,000 രൂപ. 25,000 രൂപയാണ് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അഥവാ PIOക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. തന്നിരിക്കുന്നവരിൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. ഓപ്ഷൻ സി ഓപ്പറേഷൻ ബാർബറോസ. ഓപ്പറേഷൻ ബാർബറോസ എന്നതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്. ഓപ്ഷൻ സി 0. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം 0 ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ് ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ IRS-1A. IRS-1A ആണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ് ഉപഗ്രഹം. ഭൂവൽക്കത്തിലെ
ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏത്? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഓപ്ഷൻ എ, ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലമാണ് ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത്? സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, എൽ നീനോ. എൽ നീനോയാണ് സമുദ്രോഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ ഡി, PM ആശാ യോജന. PM ആശാ യോജനയാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി, വയനാട്. വയനാട് ജില്ലയാണ് 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത്. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക, മുകളിൽ പറഞ്ഞവ എല്ലാം 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. തന്നിരിക്കുന്ന ABC പ്രസ്താവനകൾ 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചവയാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയിൽ എവിടെയാണ്? ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയിൽ എവിടെയാണ്? ഓപ്ഷൻ ഡി, ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.